ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് LDC 2024 വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട 75 ഹോട്ട് ടോപ്പിക്സുകളും 2021 മുതൽ 2024 വരെ PSC LD നിലവാരത്തിൽ ചോദിച്ച എല്ലാ ചോദ്യ പേപ്പറുകളും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ക്വിക്ക് റിവിഷൻ സ്ട്രാറ്റജിയാണ് LDC റാപ്പിഡ് റിവിഷൻ 2024. തുടക്കക്കാരായ ഒരു ഉദ്യോഗാർത്ഥിക്ക് പോലും പെട്ടെന്ന് ഒരു 50 മാർക്കിലേക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് നമ്മൾ ഈ ഒരു റിവിഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ കുറച്ച് നാളുകളായിട്ട് പഠിക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ഫുൾ സിലബസ് കവേർഡ് ആയിട്ടുള്ള ഒരു റിവിഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടുന്നതായിരിക്കും. ഇന്ന് നമ്മുടെ ക്ലാസ് 12ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ ക്ലാസ്സുകൾ കാണാത്തൊരു ഉദ്യോഗാർത്ഥിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കഴിഞ്ഞ ക്ലാസ്സുകളുടെ ലിങ്ക് അവൈലബിൾ ആയിരിക്കും. ഇന്ന് ബയോളജിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന്റെ പാർട്ട് 1 ക്ലാസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതൊന്ന് കാണുക. അതേപോലെ അതിന്റെ നോട്ട് PDF നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലായിട്ടുള്ള വൺ ക്ലിപ്പ് PSCയിൽ അവൈലബിൾ ആണ്. അതും ഒന്ന് കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 2 കാണാനായിട്ട് ശ്രമിക്കുക. കണ്ടതിന് ശേഷം നിങ്ങൾ നേരെ ടെലഗ്രാമിലേക്ക് വരിക. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് PDF നോട്ട് അവൈലബിൾ ആയിരിക്കും. അത് വായിച്ചതിന് ശേഷം കൃത്യം 9 മണിക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബാക്കി സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ബോൾ ഉണ്ടാകും. അതിൽ കൂടി നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എങ്കിൽ മാത്രമാണ് ഈ ഒരു കാര്യം ചെയ്യുന്നതിന്റെ ഫുൾ എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായം അതെന്ത് തന്നെയാണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജീവകങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ഒത്തിരി തവണ PSC ചോദിക്കാറുള്ള സ്ഥിരം സ്റ്റോക്ക് GKയിലെ ബയോളജിയിലെ ടോപ്പിക്കാണ് ജീവകങ്ങൾ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ജീവകങ്ങൾ വിറ്റാമിനുകളുടെ ലയനത്വം അനുസരിച്ച് അവയെ എത്രയായി തരംതിരിക്കാം? ഓക്കെ, അപ്പോൾ വിറ്റാമിനുകളുടെ ലയത്വം അനുസരിച്ച് അവയെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം? ഇത് LGS ചോദിച്ചൊരു ചോദ്യമാണ്. അതേപോലെ 10th ലെവൽ പ്രിലിംസ് സ്റ്റേജ് 5നും ഈ ഒരു ചോദ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിരുന്നു. അപ്പോൾ ജീവകങ്ങൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് PSC എക്സാമുകളിൽ. അപ്പോൾ വിറ്റാമിനുകളുടെ ലയത്വം അനുസരിച്ച് അവയെ എത്രയായി തരംതിരിക്കാം? 2ആയി തരംതിരിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ വിറ്റാമിനുകൾ അതിൻ്റെ ലയത്വം അനുസരിച്ച് 2ആയി തരംതിരിക്കാം. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ നമുക്കറിയാം, ഈ പറയുന്ന 2ആയിട്ട് തരം തിരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ജലത്തിൽ ലയിക്കുന്നവയും അതേപോലെ തന്നെ കൊഴുപ്പിൽ ലയിക്കുന്നവയും, അങ്ങനെയാണ് 2ആയിട്ട് തരം തിരിച്ചിരിക്കുന്നത്. അതിന്റെ കോഡ് ഉൾപ്പെടെ നമ്മൾ പഠിച്ചേക്കുന്നതാണ്. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് അടയ്ക്ക് കൊഴുപ്പുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ തന്നെ എന്താണ്, ജലത്തിൽ ലയിക്കുന്നവയാണ് ബാക്കി BC എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കത് പറയാം. അപ്പോൾ അടുത്തൊരു ചോദ്യം കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വൈറ്റമിൻ A, വൈറ്റമിൻ E, വൈറ്റമിൻ D, വൈറ്റമിൻ B. ഏതായിരിക്കും അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? വൈറ്റമിൻ B ആയിരിക്കും. അടുത്തത്, ഇത്രയും കാര്യങ്ങൾ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദിക്കാറുള്ളതാണ്. അതായത് വിറ്റാമിനുകളെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം? 2ആയിട്ട് തരംതിരിക്കാം. അത് കൊഴുപ്പിൽ ലയിക്കുന്നവയെന്നും ജലത്തിൽ ലയിക്കുന്നവയെന്നുമാണ് 2 എണ്ണം എന്ന് പറയുന്നത്. അതിൽ എന്താണ്, കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് ADEK ആണ് കൊഴുപ്പിൽ ലയിക്കുന്നവ. അതേപോലെ തന്നെ എന്താണ്, ജലത്തിൽ ലയിക്കുന്നവയാണ് Bയും Cയും എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജീവകം എന്ന പദം നാമകരണം ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കാസിമർ ഫങ്ക് ആണ് ജീവകം എന്ന പദം നാമകരണം ചെയ്തത്. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് എന്തെന്ന് പറയുന്നത്? ജീവകം എന്ന് പറയുന്നത്. അപ്പോൾ ജീവകം എന്ന് പറയുന്നത് എന്താണ്? കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ജീവകം എന്ന് വിളിക്കുന്നത്. ആകെ 13 ജീവകങ്ങളാണ് ഉള്ളത്. അതിൽ 13 എണ്ണം എന്ന് പറയുന്നത് ജീവകം B കോംപ്ലക്സിൽ പെടുന്നവയാണ്. എന്തെന്ന് പറയുന്നത്? 8 എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 13 ജീവകങ്ങൾ ഉള്ളതിൽ 8 എണ്ണം എന്ന് പറയുന്നത് ജീവകം B കോംപ്ലക്സിൽ പെടുന്നവയാണ്. ജീവകങ്ങളെ നമുക്ക് എങ്ങനെ തരംതിരിക്കാം? 2ആയിട്ട് തരംതിരിക്കാം. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു. ഒന്നാണ് എന്ത്? കൊഴുപ്പിൽ ലയിക്കുന്നവ. 2 എന്താണ്? ജലത്തിൽ ലയിക്കുന്നവ. എന്നിങ്ങനെ എന്തായി? 2ആയി നമുക്ക് ജീവകങ്ങളെ തരംതിരിക്കാം. ഇനി കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് ഏതെന്ന് പറയുന്നത്? ADEK ആണ് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ എന്ന് പറയുന്നത്. ADEK. ഇനി ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് Bയും Cയുമാണ് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ എന്ന് പറയുന്നത്. വൈറ്റമിനുകളുടെ ആധിക്യം മൂലം ശരീരത്തിനുണ്ടാകുന്ന അവസ്ഥയാണ് ജീവകാധിക്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? ഹൈപ്പർ വൈറ്റമിനോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ
ജീവകാധിക്യം അല്ലെങ്കിൽ അതർവൈസ് നോൺ as ഹൈപ്പർ വൈറ്റമിനോസിസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോ വൈറ്റമിനുകളുടെ ആധിക്യം മൂലം ശരീരത്തിനുണ്ടാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ജീവകാധിക്യം എന്ന് പറയുന്നത്. അതിന്റെ എന്താണ് മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? ഹൈപ്പർ വൈറ്റമിനോസിസ് എന്ന പേരിൽ പറയുന്നു. ഓക്കെ, ഇനി ജീവകം എ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥം ഏതാന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഈ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ അടുത്ത് എല്ലാവരും, അതായത് മുതിർന്നവർ പറയാറുള്ളതാണ് എന്ത്? കണ്ണിന് കാഴ്ച കൂടുതൽ കിട്ടണമെങ്കിൽ എന്ത് കഴിക്കണം? ചീര കഴിക്കണം, ചീര കഴിക്കണം എന്ന്. ഓക്കെ, അപ്പോ ജീവകം എ അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥം ഏതാന്ന് ചോദിച്ചാൽ ചീരയാണ്. ഓക്കെ, കണ്ണിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അത് ജീവകം എ ആണ്. കണ്ണിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം. അതുകൊണ്ടാണ് ഇലക്കറികളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് കഴിക്കണമെന്ന് മുതിർന്ന ആളുകൾ നമ്മുടെ അടുത്ത് പറയാറുള്ളത്. ഇനി ഇലക്കറികളിൽ നിന്ന് ധാരാളമായി ലഭിക്കുന്ന ജീവകമാണ് ജീവകം എ. പല്ലുകളുടെ ക്രമരഹിതമായ വളർച്ചയ്ക്ക്, ഓക്കെ, അപ്പോ പല്ലുകളുടെ എന്താണ് പല്ലുകളുടെ ക്രമരഹിതമായ വളർച്ചയ്ക്ക് കാരണമാകുന്ന ജീവകം ഏതാന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? അതും നമ്മുടെ എന്ത് തന്നെയാണ്? ഈ പറയുന്ന ജീവകം എ ആണ്. ഓക്കെ, അടുത്തത് പ്രതിരോധ കുത്തിവയ്പ്പിന് ഒപ്പം കുഞ്ഞിന് നൽകുന്ന വൈറ്റമിൻ എ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏത് തന്നെയാണ്? വൈറ്റമിൻ എ ആണ്. ഓക്കെ, അപ്പോൾ പ്രതിരോധ കുത്തിവയ്പ്പിന് ഒപ്പം കുഞ്ഞിന് നൽകുന്ന വൈറ്റമിൻ ആണ് എ. ജീവകം എ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? സപ്ലിമെന്റ് രൂപത്തിലും ലഭ്യമാണ്. ഓക്കെ, അപ്പോൾ ജീവകം എ സപ്ലിമെന്റ് രൂപത്തിലും ലഭ്യമാണ്. കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ട ഏറ്റവും പ്രധാന ജീവകം ഏതാന്ന് ചോദിച്ചാൽ ജീവകം എ ആണ്. ജീവകം എ സംഭരിക്കുന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരളിലാണ് ജീവകം എ സംഭരിക്കുന്നത്. അപ്പോൾ ജീവകം എ സംഭരിക്കുന്നത് എവിടെയാ? കരളിലാണ്. പ്രോവൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? ബീറ്റ കരോട്ടിൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ജീവകവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത്. ജീവകങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ജീവകം എന്ന പദം നാമകരണം ചെയ്ത് കാസിമർ ഫങ്കാണ്. 13 ജീവകങ്ങൾ ഉള്ളതിൽ 8 എന്ന് പറയുന്നത് ജീവകം ബി കോംപ്ലക്സിൽ പെടുന്നതാണ്. കൊഴുപ്പിൽ ലയിക്കുന്നവ, ജലത്തിൽ ലയിക്കുന്നവ. ADEK എന്ന് പറയുന്നത് കൊഴുപ്പിൽ ലയിച്ചു. അതേപോലെ തന്നെ BC എന്ന് പറയുന്നത് എന്തിൽ ജയിച്ചു? ജലത്തിൽ ലയിക്കുന്നവയാണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു, അതായത് ജീവകം എ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥം ചീരയാണ്. അതേപോലെ ജീവകം എ ഇലക്കറിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത്. പല്ലുകളുടെ ക്രമരഹിതമായ വളർച്ചയ്ക്കും അതേപോലെ തന്നെ എന്താണ് കണ്ണിന് ആരോഗ്യം ഏറ്റവും കൂടുതൽ പ്രദാനം ചെയ്യുന്ന ജീവകം ഏതാന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? ജീവകം എ ആണ്. ജീവകം എ സംഭരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? കരളിലാണ് ജീവകം എ സംഭരിക്കുന്നത്. പ്രോവൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അതാണ് ബീറ്റ കരോട്ടിൻ. അടുത്തത് ജീവകം ഡി. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം ഏതാണ് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് 10th ലെവൽ പ്രിലിംസ് സ്റ്റേജ് 3 2021 ചോദിച്ച ചോദ്യമാണ്. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകമാണ് ഏതെന്ന് പറയുന്നത്? ജീവകം ഡി എന്ന് പറയുന്നത്. ശരീരത്തിലെ കാൽസ്യം ആഗീകരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ഏത്? ജീവകം ഡി എന്ന് പറയുന്നത്. സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് രശ്മികളുടെ സഹായത്തോടെ ത്വക്കിൽ നിർമ്മിക്കുന്ന ജീവകമാണ് ജീവകം ഡി അല്ലെങ്കിൽ കാൽസിഫെറോൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ജീവകം ഡി ആണ് എന്തെന്ന് പറയുന്നത്? കാൽസിഫെറോൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശരീരത്തിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ജീവകം ഏതാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഏത് തന്നെയാണ്? ശരീരത്തിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ജീവകമാണ് ജീവകം ഡി എന്ന് പറയുന്നത്. എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകം ഏതാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഏത് തന്നെയാ? ജീവകം ഡി ആണ് എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകം. ഇനി ഹോർമോണിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? മക്കളെ, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ലെവലിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റണം. താഴെ പറയുന്നവയിൽ ജീവകം ഡിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ബന്ധമില്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? ഇതെല്ലാം ഓരോന്നും പഠിക്കുക. ശരീരത്തിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ജീവകം ഡി ആണ്. എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകം ഡി ആണ്. ഹോർമോണിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ജീവകം ഡി ആണ്. പച്ചക്കറികളിൽ നിന്നും ലഭിക്കുന്ന ജീവകം ചോദിച്ചു കഴിഞ്ഞാൽ അതും ഡി ആണ്. ശരീരത്തിൽ കാൽസ്യത്തിന്റെ ആഗീരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം അതേതാന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? ഡി തന്നെയാണ്. ശരീരത്തിൽ കാൽസ്യത്തിന്റെ ആഗീരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം. ജീവകം ഡിയുടെ 2 രൂപങ്ങളാണ് ഏതെന്ന് പറയുന്നത്?
ജീവകം D2 അതേപോലെ തന്നെ ജീവകം D3യും. ഓക്കെ, അപ്പോൾ ജീവകം D2 അതേപോലെ തന്നെ ജീവകം D3 ആണ് ജീവകം ഡിയുടെ രണ്ട് രൂപങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ജീവകം D2 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എർഗോ കാൽസിഫെറോൾ എന്നറിയപ്പെടുന്നതാണ് ജീവകം D2, എർഗോ കാൽസിഫെറോൾ. ഇനി ജീവകം D3 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൾ കാൽസിഫെറോൾ ആണ് ജീവകം D3 എന്ന് പറയുന്നത്. കോൾ കാൽസിഫെറോൾ ആണ് ജീവകം D3 എന്ന് പറയുന്നത്. വിറ്റാമിൻ ഡിയുടെ അഭാവം കാരണം അസ്ഥികൾ കനം കുറഞ്ഞു വരുന്നതാണ് കണ എന്ന് പറയുന്ന രോഗാവസ്ഥ. ഓക്കെ, അപ്പോൾ വിറ്റാമിൻ ഡിയുടെ അഭാവം കാരണം എന്ത് അസ്ഥികളുടെ കനം കുറഞ്ഞു വരുന്ന ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഏതെന്ന് പറയുന്നത് കണ എന്ന് പറയുന്നത്. കണ അല്ലെങ്കിൽ ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് റിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വിറ്റാമിൻ ഡിയുടെ അഭാവം കാരണം അസ്ഥികൾ കനം കുറഞ്ഞു വരുന്നതാണ് കണ എന്ന രോഗം. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് റിക്കറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗവും ഏത് തന്നെയാണ് കണ തന്നെയാണ്. ആഹാരവസ്തുക്കൾ കഴിച്ചു തുടങ്ങാതെ പിഞ്ചു കുഞ്ഞുങ്ങളെ അല്പസമയം ഇളവയിൽ കൊള്ളിക്കുന്നത് വിറ്റാമിൻ ഡി ലഭിക്കാനാണ് എന്ന് പറയുന്നത് അതെന്താണ് ഒരു ശരിയായ പ്രസ്താവനയാണ്. അല്ലെങ്കിൽ അങ്ങനെ എന്താണ് എപ്പോഴും ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ആഹാരവസ്തുക്കൾ കഴിച്ചു തുടങ്ങാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ അല്പസമയം ഇളവയിൽ കൊള്ളിക്കുന്നത് വൈറ്റമിൻ ഡി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യും രാവിലത്തെ കുറച്ച് നേരത്തെ വെയിലടിപ്പിക്കുന്ന കാണാൻ പറ്റും. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർക്ക് എന്ത് ചെയ്യുന്നത് സൂര്യപ്രകാശം അടുപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം ഏതാണ് ഒരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ജീവകം ഡി. അതേപോലെ ശരീരത്തിലെ കാൽസ്യം ആഗീരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകവും ഏത് തന്നെയാണ് ജീവകം ഡി. പിന്നെ PSC ചോദിക്കാറുള്ള ഇതാണ്, അതായത് ജീവൻ ഡിയുടെ രാസനാമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കാൽസിഫെറോൾ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, നമുക്ക് ജീവകം എ ആന്റി സ്റ്റെറിലിറ്റി ജീവകം ഇ ആണ് കേട്ടോ. ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ജീവകം ഇ. അതായത് ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് വൈറ്റമിൻ ഇ ആണ് ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹോർമോണായി കണക്കാക്കുന്ന ജീവകം ഏതാണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരം വൈറ്റമിൻ ഇ ആണ്. ഒരു നിരോക്സീകാരി കൂടിയായിട്ടുള്ള ജീവകമാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും വൈറ്റമിൻ ഇ ആണ്. മുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം വൈറ്റമിൻ ഇ ആണ്. അതേപോലെ നവജാത ശിശുക്കളിൽ നേരിയ ഹീമോലിറ്റിക് അനീമിയ ഉണ്ടാകുന്നതിന് കാരണമായ വൈറ്റമിനും ഏതാണ് വൈറ്റമിൻ ഇ ആണ്. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ കാണാറുണ്ട്, അതായത് മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന ഇ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്നത് പ്രോട്ടീൻ ആണ് എന്നും പറയാറുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയതിന് ശേഷം മാത്രം ഉത്തരത്തിലേക്ക് എത്തുക. അപ്പോൾ ഇപ്പൊ കുറെ ബുക്കുകളിൽ കാണുന്നത് ഇങ്ങനെയാണ്, അതായത് മുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക, ഓപ്ഷൻ കൂടി നോക്കിയതിന് ശേഷം. ഓക്കെ, രണ്ടും എന്തായാലും ഓപ്ഷനിൽ വരത്തില്ല. അപ്പോൾ മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന മുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഇ തന്നെയാണ് എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. എന്താണ് ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. അതേപോലെ ഹോർമോണായി കണക്കാക്കുന്ന ജീവകം ഒരു നിരോക്സീകാരി കൂടിയായ ജീവകമാണ്. ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകമാണ്. അതേപോലെ തന്നെ എന്താണ് പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം. മുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം നവജാത ശിശുക്കളിൽ നേരിയ ഹീമോലിറ്റിക് അനീമിയ ഉണ്ടാക്കുന്നതിന് കാരണമായ വൈറ്റമിൻ. ഓക്കെ, വൈറ്റമിൻ കെ. വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏതാണ് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏതാണ് എന്ന് ചോദിച്ചാൽ മക്കളെ ഏതാണ് ജീവകം കെ ആണ്. രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യം വേണ്ട ജീവകമാണ് ജീവകം കെ എന്ന് പറയുന്നത്. അപ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യം വേണ്ട ജീവകം ഏതാന്ന് ചോദിച്ചാൽ ജീവകം കെ. ക്യാബേജ്, കോളിഫ്ലവർ, മുട്ട, മത്സ്യം എന്നിവയിൽ അടങ്ങിയിരിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് ജീവകം കെ എന്ന് പറയുന്നത്. അപ്പോൾ എന്തിലൊക്കെയാ ക്യാബേജ്, കോളിഫ്ലവർ, മുട്ട, മത്സ്യം ഇവയിലൊക്കെ അടങ്ങിയിരിക്കുന്ന എന്താണ് നിലവിൽ അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം
കെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്താണ് നിലവിൽ ക്യാബേജ്, കോളിഫ്ലവർ, മുട്ട, മത്സ്യം ഇവയിലൊക്കെ എന്തടങ്ങിയിരിക്കുന്നുണ്ട്? ജീവകം കെ അടങ്ങിയിട്ടുണ്ട്. ജീവകം കെ അടങ്ങിയിരിക്കുന്ന രാസവസ്തുവാണ് പ്രോത്രോംബിൻ എന്ന് പറയുന്നത്. അപ്പോൾ ജീവകം കെയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുവാണ് പ്രോതോംബിൻ. രക്തസ്രാവം തടയാനായി ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വൈറ്റമിൻ ഏതാന്ന് ചോദിച്ചാൽ അത് വൈറ്റമിൻ കെ ആണ്. രക്തസ്രാവം തടയാനായി ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വൈറ്റമിൻ കെ. വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയൽ നിർമ്മിക്കുന്ന ജീവകമാണ് കെ എന്ന് പറയുന്നത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ധാതുവാണ് ഏതെന്ന് പറയുന്നത്? കാൽസ്യം എന്ന് പറയുന്നത്. അപ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം വൈറ്റമിൻ കെ ആണ്. എന്നാൽ രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ധാതു ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അത് കാൽസ്യമാണ്. ഇനി രക്തം കട്ടപിടിക്കാൻ എടുക്കുന്ന സമയം എത്ര മിനിറ്റ് വേണം രക്തം കട്ടപിടിക്കാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 മുതൽ 8 മിനിറ്റ് വരെയാണ് എന്തെന്ന് പറയുന്നത് രക്തം കട്ടപിടിക്കാൻ എടുക്കുന്ന സമയം. ഇതിങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ LGS ലെവലിലുള്ള ഉദ്യോഗാർത്ഥികൾ നമ്മൾ ഇത് എഴുതുന്നവരുണ്ടെങ്കിൽ അവർക്കും ഇത് ഉപകാരപ്പെടുന്ന ഒരു ചോദ്യമാണ്. അതായത് രക്തം കട്ടപിടിക്കാൻ എടുക്കുന്ന സമയം ചോദിച്ചു കഴിഞ്ഞാൽ 3 മുതൽ 8 മിനിറ്റ് വരെയാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഫൈബ്രിനോജൻ ആണ്. ഓക്കെ, അപ്പോ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഫൈബ്രിനോജൻ ആണ്. രക്തബാങ്കിന്റെ ഉപജ്ഞാതാവാണ് ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആണ് എന്ത് രക്തബാങ്കിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് റിച്ചാർഡ് ഡ്രൂ. ആദ്യ രക്തബാങ്ക് സ്ഥാപിതമായത് എവിടെയാണെന്ന് ചോദിച്ചാൽ അമേരിക്കയിലാണ് ആദ്യത്തെ രക്തബാങ്ക് സ്ഥാപിതമായത്. രക്തബാങ്കിൽ രക്തം സൂക്ഷിച്ചു വെക്കുന്ന ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. നിങ്ങൾ പ്രീവിയസ് ഇയർ വർക്കൗട്ട് ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ചോദ്യം കണ്ടിട്ടുണ്ടാവും. രക്തബാങ്കിലെ രക്തം സൂക്ഷിക്കുന്ന ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ഡിഗ്രി സെൽഷ്യസ് ആണ് രക്തബാങ്കിൽ രക്തം സൂക്ഷിച്ചു വെക്കുന്ന ഊഷ്മാവ്. രക്തം കട്ട പിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം സിട്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രക്തം കട്ട പിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവിന് പറയുന്ന പേരാണ് സോഡിയം സിട്രേറ്റ്. രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തുവാണ് ഹെപ്പാരിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹെപ്പാരിൻ ആണ് രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഹെപ്പാരിൻ. രക്തം കട്ട പിടിച്ച ശേഷം ഊറി വരുന്ന ആ ഒരു ദ്രാവകത്തിന് പറയുന്ന പേരാണ് സീറം എന്ന് പറയുന്നത്. അപ്പോൾ സിറമാണ് എന്തെന്ന് പറയുന്നത് രക്തം കട്ട പിടിച്ച ശേഷം ഊറി വരുന്ന ഒരു ദ്രാവക ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിനെ സിറം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആതിഥേയന്റെ രക്തം കട്ട പിടിക്കാതിരിക്കുന്നതിന് സഹായിക്കുന്ന കുളയട്ടയുടെ ഉമിനീർ ഗ്രന്ഥിയിൽ കാണപ്പെടുന്ന ഘടകത്തിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഹിരുഡിൻ എന്ന് പറയുന്നത്. അപ്പൊ ഹിരുഡിൻ എന്ന് പറഞ്ഞാൽ ആതിഥേയന്റെ രക്തം കട്ട പിടിക്കാതിരിക്കുന്നതിന് സഹായിക്കുന്ന കുളയട്ടയുടെ ഉമിനീർ ഗ്രന്ഥിയിൽ കാണപ്പെടുന്ന ഘടകത്തിന് പറയുന്ന പേരാണ് ഹിരുഡിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏതിൻ്റെ അകത്ത് പറയാനുള്ളത്? ജീവകം കെയിൽ നമുക്ക് പറയാനുള്ളത്. പ്രോത്രോംബിൻ ഓർത്തു വെച്ചോ. അതേപോലെ തന്നെ എന്താണ് 3 മുതൽ 8 മിനിറ്റ് വരെയാണ്. ഇനി രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ധാതു കാൽസ്യമാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ ആണ്. രക്തബാങ്കിന്റെ ഉപജ്ഞാതാവ് ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആണ്. അമേരിക്കയിലാണ് ആദ്യ രക്തബാങ്ക് സ്ഥാപിച്ചത്. അതേപോലെ തന്നെ ഹെപ്പാരിൻ രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തു. അതേപോലെ രക്തം കട്ടപിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം സിട്രേറ്റ്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. അപ്പൊ ഇത്രയും കാര്യം എന്ത് ചെയ്യുക? ഓർത്തു വെച്ചേക്കുക. ജീവകം ബി. ജീവകം B12 അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ജീവകം B12 അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ജീവകം B12 അടങ്ങിയിരിക്കുന്ന ലോഹം. ഇത് CPO മെയിൻസ് എറണാകുളം അതേപോലെ തന്നെ മലപ്പുറം പത്തനംതിട്ട 2023 ചോദിച്ച ചോദ്യമാണ്. ജീവകം B12 അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാന്നുള്ളത്. തവിടിൽ ധാരാളമായി ഏത് ലോഹമാണ്? കൊബാൾട്ട് ആണ് കേട്ടോ. അപ്പോൾ ജീവകം B12 അടങ്ങിയിരിക്കുന്ന ലോഹമാണ് കൊബാൾട്ട്. തവിടില് ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം B1 എന്ന് പറയുന്നത്. അമിത മദ്യപാനികൾക്ക് നൽകുന്ന ജീവകം ഏതാന്ന് ചോദിച്ചാൽ അത് തയാമിനാണ്. ഓക്കെ, അമിത മദ്യപാനികൾക്ക് നൽകുന്ന ജീവകമാണ് ഏതെന്ന് പറയുന്നത് തയാമിൻ എന്ന് പറയുന്നത്. വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത രോഗം, വായിൽ വ്രണങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വായ്പുണ്ണ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ
വിറ്റാമിൻ ബിയുടെ അപര്യാപ്തത രോഗമാണ് വായിൽ വ്രണങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ. ഇതിന് പറയുന്ന പേരാണ് വായ്പുണ്ണ്. പാലിനെ നേരിയ മഞ്ഞ നിറം നൽകുന്ന ഘടകത്തിന് പറയുന്ന പേരാണ് റൈബോഫ്ലാവിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ഘടകമാണ് റൈബോഫ്ലാവിൻ. നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നശിക്കുന്ന പാലിലെ ജീവകം ഏതാന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? റൈബോഫ്ലാവിൻ. അതായത് നമ്മൾ ഈ പാലൊക്കെ എടുത്ത് കഴിയുമ്പോൾ പാലിന്റെ മുകളിലായിട്ട് ചെറിയ മഞ്ഞ കലർന്ന ഒരു പാട പോലെ കാണും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? റൈബോഫ്ലാവിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് B9 ആണ്. രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകം B9 ആണ്. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകം, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം. കൊബാൾട്ട് അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം B12. ജീവകം B12ന്റെ മനുഷ്യനിർമ്മിത രൂപമാണ് സൈനോകൊബാലമിൻ എന്ന് പറയുന്നത്. അപ്പോൾ ജീവകം B12ന്റെ മനുഷ്യനിർമ്മിത രൂപമാണ് സൈനോകൊബാലമിൻ. ശരീരത്തിൽ എന്താണ്? ശരീരത്തില് കൊബാൾട്ടിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ഇരുമ്പിനെ ആഗീകരണം ചെയ്യുക എന്നതാണ്. ശരീരത്തിൽ കൊബാൾട്ടിന്റെ പ്രധാന ധർമ്മം ഇരുമ്പിനെ ആഗീരണം ചെയ്യുക. ജീവകം H എന്നറിയപ്പെടുന്ന ഏതാന്ന് ചോദിച്ചാൽ B7 ആണ് ജീവകം H എന്നറിയപ്പെടുന്നത്. എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം ഏതാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ജീവകം H ആണ് എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജീവകം ബിയുമായി ബന്ധപ്പെട്ട് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ജീവകം സിയിലേക്ക് പോകാം. ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗീരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഏതാന്ന് ചോദിച്ചാൽ അത് വൈറ്റമിൻ സി ആണ്. ശരീരത്തില് ഇരുമ്പിന്റെ ആഗീരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഏതാന്ന് ചോദിച്ചാൽ അതാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാന്ന് ചോദിച്ചാൽ വൈറ്റമിൻ സി ആണ്. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം ഒത്തിരി തവണ PSC ചോദിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് GK ആണ് ഈ പറയുന്ന കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം ഏതാണ് എന്ന് ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി. ഓക്കെ, ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുന്നതിലൂടെ വൈറ്റമിൻ സി നീരാവിയിൽ ലയിക്കുന്നു. ഇത് നീരാവിയോടൊപ്പം നഷ്ടപ്പെട്ട് പോകുകയും ചെയ്യുന്നു. ഓക്കെ, അതായത് നമ്മൾ എന്താണ് ഈ പറയുന്ന ആഹാരങ്ങൾ നമ്മൾ ചൂടാക്കി കഴിയുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്ന ഒരു വൈറ്റമിൻ ആണ് ഏതെന്ന് പറയുന്നത് വൈറ്റമിൻ സി. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ ലഭിക്കുന്ന ജീവകം ഏതാന്ന് ചോദിച്ചാൽ ജീവകം സി ആണ്. ഓക്കെ, മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ സിയും ബിയുമാണ് മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്നത്. ഓക്കെ, ഇനി മുറിവുണങ്ങാൻ കാലതാമസം എടുക്കുമ്പോൾ ഏത് ജീവകത്തിന്റെ അഭാവം മൂലമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? അത് ജീവകം സി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അറിയാൻ പാടില്ല ഈ ആക്സിഡന്റ് ഒക്കെ പറ്റി കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഒത്തിരി മുറിവുകളൊക്കെ സംഭവിച്ചു കിടക്കുന്ന ആളുകളെ ഹോസ്പിറ്റലിൽ നമ്മൾ പോയി കാണാനായിട്ട് പോകുമ്പോൾ അവർക്ക് സിട്രസ് ഫുഡാണ് ഏറ്റവും കൂടുതൽ, സിട്രസ് ഫ്രൂട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാറില്ല. കാരണം ഓറഞ്ച്, മുന്തിരി, അതേപോലെ തന്നെ എന്താണ് മാതളനാരം, അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറെ സാധനങ്ങൾ, അതായത് എപ്പോഴും പുളിയുള്ള പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ പുളിയുള്ള ഫ്രൂട്ട്സ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ അവർക്ക് വേണ്ടി ഓപ്റ്റ് ചെയ്യാറുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തുണ്ട്? ജീവകം സി ഏറ്റവും കൂടുതൽ ഉള്ളതാണ് ഈ പറയുന്ന ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക. അപ്പൊ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താണ് മുറിവുണങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഫ്രൂട്ട്സ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഒരു സന്ദർഭത്തിൽ അവർക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ജലദോഷത്തിന് ഒരു ഉത്തമ ഔഷധമാണ് ഏതെന്ന് പറയുന്നത് ജീവകം സി എന്ന് പറയുന്നത്. അപ്പോൾ ജലദോഷത്തിന് ഒരു ഉത്തമ ഔഷധമായ ജീവകം ഏതാണ് എന്ന് ചോദിച്ചാൽ മക്കളെ അതിന്റെ ഉത്തരം ജീവകം സി ആണ്. രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായതും ജീവകം സി ആണ്. യുവത്വം നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്ന ജീവകമാണ് ജീവകം സി. അപ്പോൾ കൂടുതലായിട്ട് ഈ സിട്രസ് ഫുഡൊക്കെ കഴിക്കുകയാണ്, അല്ലെങ്കിൽ സിട്രസിന്റെ എന്താണ് കാര്യങ്ങളൊക്കെ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്നു ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് യുവത്വം നിലനിർത്താനായിട്ട് പറ്റും. അതേപോലെ തന്നെ അവർക്ക് കൂടുതലായിട്ട് രോഗങ്ങളൊന്നും ഉണ്ടാവില്ല. രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്ക് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ജീവകം എന്ന് പറയുന്നത് ജീവകം സി ആണ്. ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗീകരണം
ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ സി ആണ്. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ സി ആണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം എന്ന് പറയുന്നതും ജീവകം സി ആണ്. ജീവകൻ സിയുടെ എന്താണ് ശാസ്ത്രീയ നാമമാണ് എന്ന് പറയുന്നത് അസ്കോർബിക് ആസിഡ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ജീവകങ്ങളും രാസനാമങ്ങളും. ഇനി ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പറയാം. വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ബയോട്ടിൻ ആണ്. വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ബയോട്ടിൻ. ജീവകം B6 രാസനാമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിരിഡോക്സിൻ ആണ്. ഓക്കെ, അപ്പോൾ രാസനാമം ജീവകം B6 പിരിഡോക്സിൻ. ജീവകം സിയുടെ രാസനാമം അറിയപ്പെടുന്നതാണ് അസ്കോർബിക് ആസിഡ്. ഒത്തിരി തവണ ചോദിച്ചേക്കണേ കേട്ടോ. ജീവകം സിയുടെ രാസനാമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണ്? രാസനാമം എന്ന് പറയുന്നത് എന്താണ്? അസ്കോർബിക് ആസിഡ് ആണ്. അസ്കോർബിക് ആസിഡ് ആണ് ജീവകം സിയുടെ എന്തെന്ന് പറയുന്നത് രാസനാമം എന്ന് പറയുന്നത് അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡ്. അപ്പോൾ നമുക്കറിയാം ഫ്രഷ് വുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് വൈറ്റമിൻ സി ആണ്. ഫ്രഷ് വുഡ് വൈറ്റമിൻ എന്ന് പറയുന്നത് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ, വൈറ്റമിൻ സി. സൺഷൈൻ വൈറ്റമിൻ നമ്മൾ പറഞ്ഞു, അതായത് സൺഷൈൻ വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ ഡി ആണ്. അതായത് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടാനായിട്ട് വെയിലത്തൊക്കെ പോയി നിൽക്കണമെന്നുള്ളത് പറഞ്ഞില്ലേ, അതാണ് സൺഷൈൻ വൈറ്റമിൻ, വൈറ്റമിൻ ഡി. ഫ്രഷ് ഫുഡ് നമ്മൾ പറഞ്ഞു, അതായത് ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്കയിലൊക്കെ ഉള്ളത് ഏതാണ്? വൈറ്റമിൻ സി ആണ്. അടുത്തത് ആന്റി റിക്കറ്റ്സ് വൈറ്റമിൻ ആണ് ഏതെന്ന് പറയുന്നത് വൈറ്റമിൻ ഡി. അപ്പോൾ റിക്കറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് അതിൻ്റെ ഓർക്കാം, കണ. അതായത് എന്താണ്? അതായത് അസ്ഥികളുടെ എന്താണ് കാഠിന്യം കുറയുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. അത് വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അടുത്തത് സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ ഡി ആണ്. ബ്യൂട്ടി വൈറ്റമിൻ നമ്മൾ പറഞ്ഞു, വൈറ്റമിൻ ഇ ആണ് ബ്യൂട്ടി വൈറ്റമിൻ. അടുത്തത് ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ. ആദ്യത്തെ പോയിന്റ് തന്നെ എങ്ങനെയാണ്? ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. ഹോർമോൺ വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? വൈറ്റമിൻ ഇ ആണ് ഹോർമോൺ വൈറ്റമിൻ എന്ന് പറയുന്നത്. അടുത്തത് കൊയാഗുലേഷൻ വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ കെ ആണ്. കൊയാഗുലേഷൻ വൈറ്റമിൻ, കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈറ്റമിൻ കെ ആണ്. ആന്റി പെല്ലഗ്ര വൈറ്റമിൻ എന്ന് പറയുന്നത് B3 ആണ്. ആന്റി പെല്ലഗ്ര. ആന്റി സിറോഫ്താൽമിക് വൈറ്റമിൻ ആണ് റെറ്റിനോൾ അല്ലെങ്കിൽ വൈറ്റമിൻ എ. ആന്റി ഹെമറേജ് വൈറ്റമിൻ ആണ് ഫില്ലോക്കിനോൺ അല്ലെങ്കിൽ വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന രോഗങ്ങൾ, അതായത് ഓരോ നമ്മുടെ വൈറ്റമിനും ആ വൈറ്റമിൻ്റെ അഭാവം കൊണ്ട് അപര്യാപ്തത രോഗങ്ങൾ എന്തൊക്കെ നമുക്ക് വരും എന്നുള്ളത് എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഉറപ്പായിട്ടും പഠിക്കണം. അപ്പോൾ അതിക്ക് മുമ്പ് ഞാൻ ഇതിൻ്റെ അകത്ത് ജീവകം എ എന്ന് പറയുന്ന അതിൻ്റെ രാസനാമം എന്താണ്? ജീവകം എ എന്ന് പറഞ്ഞാൽ ജീവകം എയുടെ രാസനാമമാണ് റെറ്റിനോൾ എന്ന് പറയുന്നതാണ് ജീവകം എ, റെറ്റിനോൾ. അപ്പോൾ ജീവകം എ റെറ്റിനോൾ. ഈ ജീവകം എയുടെ അപര്യാപ്തത രോഗമാണ് ഏതെന്ന് പറയുന്നത്? നിശാന്തത, കെരാറ്റോമലാസിയ, സിറോഫ്താൽമിയ. ഇതാണ് ജീവകം എ. ജീവകം എയുടെ എന്താണ്? രാസനാമമാണ് റെറ്റിനോൾ എന്ന് പറയുന്നത്. ജീവകം എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ഏതെന്ന് പറയുന്നത്? ഈ പറയുന്ന നമ്മുടെ നിശാന്തത, കെരാറ്റോമലാസിയ, സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ജീവകം B1. ജീവകം B1ന്റെ രാസനാമമാണ് എന്തെന്ന് പറയുന്നത്? തയാമിൻ എന്ന് പറയുന്നത്. ഓക്കെ, ജീവകം B1 തയാമിൻ ആണ്. ഈ തയാമിൻ്റെ എന്താണ്? അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് എന്തെന്ന് പറയുന്നത്? ബെറിബറി എന്ന് പറയുന്നത്. അപ്പോൾ ജീവകം B1 എന്താണ്? തയാമിൻ. എന്താണ്? അപര്യാപ്ത രോഗം ബെറിബറി ആണ്. ഇനി ജീവകം B2. ജീവകം B2 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു റൈബോഫ്ലാവിൻ. ഓക്കെ, ജീവകം B2 റൈബോഫ്ലാവിൻ. റൈബോഫ്ലാവിൻ്റെ അപര്യാപ്തത രോഗമാണ് ത്വക്ക് സംബന്ധമായ രോഗം, വളർച്ചാമാന്ദ്യം. ഇതെല്ലാം എന്താണ്? ജീവകം B2ന്റെ അപര്യാപ്തത രോഗമാണ് ത്വക്ക് സംബന്ധമായ രോഗങ്ങളും വളർച്ചാമാന്ദ്യവും. ഇനി ജീവകം B3. ജീവകം B3യുടെ എന്താണ് രാസനാമം എന്ന് പറയുന്നത്? നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടനിക് ആസിഡ് എന്നറിയപ്പെടുന്നതാണ് ജീവകം B3 എന്ന് പറയുന്നത്. നിയാസിൻ, നിക്കോട്ടനിക് ആസിഡ്. എന്താണ് അപര്യാപ്തത രോഗം? പെല്ലഗ്രയാണ് അപര്യാപ്തത രോഗം എന്ന് പറയുന്നത്. ഇനി ജീവകം B5 ആണ് പാൻറ്റോതെനിക് ആസിഡ്. പാൻറ്റോതെനിക് ആസിഡ് ആണ് ജീവകം B5. അപര്യാപ്തത രോഗമാണ് എന്തെന്ന് പറയുന്നത്? പരസ്തേഷ്യാണ് അപര്യാപ്തത രോഗം എന്ന് പറയുന്നത്, പരസ്തേഷ്യ. ജീവകം B6 രാസനാമം പിരിഡോക്സിൻ ആണ്. പിരിഡോക്സിൻ്റെ അല്ലെങ്കിൽ ജീവകം B6ന്റെ അപര്യാപ്തത രോഗമാണ് അനീമിയ.
അടുത്തതാണ് ജീവകം B7 എന്ന് പറയുന്നത്. എന്താണ് രാസനാമം? ബയോട്ടിൻ ആണ് B7ന്റെ എന്ത് രാസനാമം എന്ന് പറയുന്നത് ബയോട്ടിൻ. അപര്യാപ്ത രോഗമാണ് ഡെർമറ്റിസ്റ്റും അതേപോലെ തന്നെ എൻഡറൈറ്റിസും. ഓക്കെ, അപ്പോൾ ഡെർമറ്റൈറ്റിസ്റ്റും അതേപോലെ തന്നെ എൻഡറൈറ്റിസ്റ്റുമാണ് എന്തെന്ന് പറയുന്നത് ജീവകം B7ന്റെ അപര്യാപ്തത രോഗം. ജീവകം B9 എന്താണ് രാസനാമം? ഫോളിക് ആസിഡ് ആണ്. ജീവകം B9 ഫോളിക് ആസിഡ്. എന്താണ് അപര്യാപ്തത രോഗം? വിളർച്ച, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. ഇതാണ് ഇവ കൊണ്ട്, അതായത് B9ന്റെ അപര്യാപ്തത രോഗമാണ് വിളർച്ച, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. B12 എന്താണ് B12ന്റെ രാസനാമം എന്ന് പറയുന്നത്? സൈനോകൊബാലമിൻ ആണ് B12ന്റെ രാസനാമം. സൈനോകൊബാലമിൻ. B12 സൈനോകൊബാലമിൻ. എന്താണ്? പെർനീഷ്യസ് അനീമിയ എന്നതാണ് ഇതിന്റെ എന്തെന്ന് പറയുന്നത് അപര്യാപ്തത രോഗം. ജീവകം C എന്താണ്? സ്കർവിയാണ്. മോസ്റ്റ്ലി റിപ്പീറ്റഡ്. എന്തുകൊണ്ടാ? ജീവകം C നാവികരുടെ പ്ലേഗ് എന്നൊക്കെ അറിയപ്പെടുന്ന രോഗം ഏതാ ചോദിച്ചാൽ അതാണ് സ്കർവി എന്ന് പറയുന്നത്. അസ്കോർബിക് ആസിഡ്, അതായത് ജീവകം സിയുടെ രാസനാമമാണ് അസ്കോർബിക് ആസിഡ്. ജീവകം സിയുടെ അപര്യാപ്തത രോഗം ഏറ്റവും കൂടുതൽ PSC ചോദിച്ചേക്കണെയാണ്. അപര്യാപ്തത രോഗങ്ങളിൽ സ്കർവി എന്ന് പറയുന്നത് ഓർത്തു വച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ജീവകം D ആണ് കണ റിക്കറ്റ്സ്, ഓസ്റ്റിയോ മലേസിയ എന്ന് പറയുന്നത്. ജീവകം ഡിയുടെ രാസനാമമാണ് എന്തെന്ന് പറയുന്നത്? കാൽസിഫെറോൾ. കാൽസിഫെറോൾ ആണ് ജീവകം ഡിയുടെ രാസനാമം. ജീവകം ഇയുടെ രാസനാമം എന്താ? ടോക്കോഫിറോൾ ആണ്. ജീവകം ഇ ടോക്കോഫിറോൾ. ജീവകം ഇ ടോക്കോഫിറോൾ ആണ്. എന്താണ് അപര്യാപ്തത രോഗം? വന്ധ്യതയാണ്. അടുത്തത് ജീവകം കെ ആണ് ഫില്ലോക്കിനോൺ. അപര്യാപ്തത രോഗമാണ് രക്തസ്രാവമാണ് ഫില്ലോക്കിനോൺ. ജീവകം കെ രക്തസ്രാവം എന്ന് പറയുന്നതാണ് അപര്യാപ്തത രോഗം എന്ന് പറയുന്നത്. ഒത്തിരി തവണ ചോദിച്ചേക്കുന്നതാണ് ഇതെല്ലാം. ഓക്കെ, ഇനി സാംക്രമിക രോഗങ്ങളും രോഗകാരികളും. നമുക്കറിയാം, രോഗകാരികളായ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലമുണ്ടാകുന്നതും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതുമായ രോഗങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുന്നത്. അതായത് രോഗകാരികളായ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലമുണ്ടാകുന്നതും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതുമായ രോഗങ്ങളെയാണ് സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, ക്ഷയം. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ഏതാന്ന് ചോദിച്ചാൽ മക്കളെ ഏതാണ്? ക്ഷയരോഗം. ഒത്തിരി തവണ ചോദിച്ചേക്കണെയാണ്. ക്ഷയരോഗം കണ്ടെത്തിയത് റോബർട്ട് കോച്ചാണ്. ക്ഷയരോഗം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് കോച്ച്. എന്നാണ്? 1882 മാർച്ച് 24. നമ്മൾ കോഡുണ്ട് വനജയുടെ കാലിൽ ക്ഷയം എന്ന് പറയുന്നത്. അപ്പോൾ മാർച്ച് 21, 22, 23, 24 അവസാനം വനജയുടെ കാലിൽ ക്ഷയം. വനദിനം, ജലദിനം, അതേപോലെ കാലാവസ്ഥാ ദിനം, അവസാനം ക്ഷയദിനം. അതാണ് വനജയുടെ കാലിൽ ക്ഷയം 21, 22, 23, 24. ഓർത്തു വെച്ചോ, സിമ്പിൾ കോഡാണ്. ഓക്കെ, ക്ഷയരോഗത്തിന് ആ പേര് നൽകിയത് ഷോൺലിൻ ആണ്. ക്ഷയരോഗത്തിന് എന്ത് ചെയ്തത്? ആ പേര് നൽകിയത് ഷോൺലിൻ എന്ന് പറയുന്ന ആളാണ് ആ ക്ഷയരോഗത്തിന് എന്ത് ചെയ്തത്? ആ പേര് നൽകിയ വ്യക്തി എന്ന് പറയുന്നത്. ക്ഷയരോഗത്തിന് എതിരെ ഉപയോഗിക്കുന്ന വാക്സിനാണ് ഏതെന്ന് പറയുന്നത്? BCG വാക്സിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ഷയരോഗത്തിന് എതിരെ ഉപയോഗിക്കുന്ന വാക്സിനാണ് BCG വാക്സിൻ. BCG കുത്തിവയ്പ് കുഞ്ഞിന് നൽകേണ്ടത് കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെയാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമാകുന്ന രോഗമാണ് ക്ഷയരോഗം. ഏറ്റവും കൂടുതൽ ക്ഷയരോഗ ബാധിതയുള്ള രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ക്ഷയരോഗ ബാധിതരുള്ള രാജ്യം ഇന്ത്യയാണ്. ക്ഷയരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക് ആണ് സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്നതാണ് ക്ഷയരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്. ക്ഷയരോഗത്തിന്റെ ലക്ഷണങ്ങളാണ് ശരീരത്തിന്റെ ഭാരക്കുറവ് അനുഭവപ്പെടുക, അതേപോലെ ശക്തമായ ക്ഷീണം, ചുമ. ഇവയൊക്കെയാണ് ക്ഷയരോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ക്ഷയരോഗത്തിന് നൽകുന്ന ചികിത്സയ്ക്ക് പറയുന്ന പേരാണ് ഡോട്ട്സ് എന്ന് പറയുന്ന ചികിത്സ. അപ്പോൾ നമ്മൾ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും ഡോട്ട്സ് ചികിത്സാ രീതി, അല്ലെങ്കിൽ ഡോട്ട്സുമായി ബന്ധപ്പെട്ടത്. എന്താണ് ഈ ഡോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് എന്നതാണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ്. ഓക്കെ, അതായത് 5 മരുന്നുകളാണ് ഡോട്ട്സിലൂടെ ഒരേ സമയം എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ക്ഷയരോഗികൾക്ക് വേണ്ടിയിട്ട് നൽകുന്നത്. 5 മരുന്നുകൾ ഡോട്ട്സിലൂടെ ഒരേ സമയം നൽകുന്നു. ഇത് മൾട്ടി ഡ്രഗ് തെറാപ്പി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതായത് 5 മരുന്നുകൾ ഒരുമിച്ചാണ് ഒരാൾക്ക് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഈ ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ
ഒരു തെറാപ്പി. അതുകൊണ്ടാണ് അതിനെ ഡ്രഗ്സ്, അതായത് മൾട്ടി ഡ്രഗ്സ് തെറാപ്പി എന്ന പേരിലും അറിയപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയൊന്ന് ഓർത്തു വെച്ചോ. എന്താണ് അതായത് ക്ഷയരോഗം എന്ന് പറയുന്നത് തടയാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് ജനിച്ച ഉടനെ കൊടുക്കുന്നതാണ് BCG വാക്സിൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ക്ഷയരോഗ ബാധിതരുള്ള രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ തന്നെയാണ്. ക്ഷയരോഗത്തിന്റെ ലക്ഷണങ്ങളായിരുന്നു ശരീരത്തിന് ഭാരക്കുറവ്, അനുഭവപ്പെടുന്ന ക്ഷീണം, ചുമ എന്നിവയൊക്കെ. ഓക്കെ. പൊണ്ണത്തടി ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ ശരീരത്തിൽ മുഴുവൻ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി. പൊണ്ണത്തടി കാരണം ഉണ്ടാകുന്ന മറ്റു ജീവിതശൈലി രോഗങ്ങളാണ് ഹൃദ്രോഗവും അതേപോലെ തന്നെ പ്രമേഹം, ഫാറ്റി ലിവർ, അർബുദം. ഇത്രയും രോഗങ്ങൾ എന്താണ് പൊണ്ണത്തടി എന്ന് പറയുന്ന ഒരു പാരമ്പര്യേതര രോഗമാണ് എന്തെന്ന് പറയുന്നത് പൊണ്ണത്തടി. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉണ്ടാകാവുന്നതാണ് ഈ പറയുന്ന ഹൃദ്രോഗം, പ്രമേഹം, ഫാറ്റി ലിവർ, അർബുദം. അടുത്തത് വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് ഡാഷ്. യൂണിവേഴ്സിറ്റി LGS 2023 ചോദിച്ച ചോദ്യമാണ്. ഡെങ്കിപ്പനി, ജലദോഷം, എലിപ്പനി, കോളറ. ഏതാണ്? ജലദോഷമാണ്. അതായത് ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഏത് തന്നെയാ? ഈ പറയുന്ന ജലദോഷമാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം. ജലദോഷത്തിന്റെ ശാസ്ത്രീയ നാമമാണ് നാസോഫാരിൻജൈറ്റിസ്. ഓക്കെ, നാസോഫാരിൻജൈറ്റിസ് ആണ് ജലദോഷത്തിന്റെ ശാസ്ത്രീയ നാമം. ജലദോഷത്തിന്റെ രോഗകാരിയാണ് റൈനോ വൈറസ്. ഓക്കെ, അപ്പൊ ജലദോഷത്തിന്റെ രോഗകാരിയാണ് റൈനോ വൈറസ്. പകർച്ചപ്പനിക്ക് കാരണമായ വൈറസ് ഏതാന്ന് ചോദിച്ചാൽ അത് ഇൻഫ്ലുവൻസ വൈറസ് ആണ് പകർച്ചപ്പനിക്ക് കാരണമായ വൈറസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചിക്കൻ പോക്സ് വേരിസെല്ല സോസ്റ്റർ വൈറസ് കാരണം ഉണ്ടാകുന്ന അണുബാധയാണ് എന്തെന്ന് പറയുന്നത്? ചിക്കൻ പോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ വെരിസെല്ല സോസ്റ്റർ വൈറസ് കാരണം ഉണ്ടാകുന്ന അണുബാധയ്ക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ചിക്കൻ പോക്സ് എന്ന് പറയുന്നത്. കുട്ടികളിൽ ഈ രോഗം സാധാരണയായിട്ട് വരാറുണ്ട്. മുതിർന്നവരിൽ ഈ രോഗം എന്ത് ചെയ്യാം? മാരകമായിട്ടും ബാധിച്ചേക്കാം. അപ്പൊ ചെറുപ്പകാലങ്ങളിലൊക്കെ ഈ രോഗം മിക്ക ആളുകൾക്കും വന്നിട്ട് അങ്ങ് പോവും, വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല. പക്ഷെ എന്താണ് ഇത് മുതിർന്നവരിലേക്ക് വരുമ്പോഴാണ് അതിന്റെ എന്താവുന്നത്? ആ ഒരു തീവ്രത എന്ന് പറയുന്നത് ഏറ്റവും കൂടിയ റേഞ്ചിലേക്ക് പോകാനുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാ? ക്ഷയം, വസൂരി, ചിക്കൻ ബോക്സ്, അഞ്ചാം പനി, ആന്ത്രാക്സ്, ഇൻഫ്ലുവൻസ, സാർസ്, ജലദോഷം, മുണ്ടിനീര്, ഡിഫ്തീരിയ, വില്ലൻ ചുമ. ഇതൊക്കെയാണ് എന്തിലൂടെ പകരുന്നത്? വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ക്ഷയം, വസൂരി, ചിക്കൻ ബോക്സ് അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ എന്ന് പറയുന്നത്. ചോദിക്കാറുണ്ട് PSC ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ മിക്കപ്പോഴും. അപ്പോൾ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ക്ഷയം, വസൂരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സ്മോൾ പോക്സ് ആണ്. അതേപോലെ തന്നെ എന്താണ് അഞ്ചാം പനി എന്താണ്? അത് മീസൽസ് ആണ് അഞ്ചാം പനി എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്തു വെച്ചോ. ഓക്കെ, ഇനി കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ടൈഫോയിഡ് ആണ്. അന്തരീക്ഷവായുവിലൂടെ പകരുന്ന രോഗമാണ് കുഷ്ഠം എന്ന് പറയുന്നത്. ഇനി ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാർട്ടിൽ നമുക്ക് എന്താണ് ജസ്റ്റ് ഒന്ന് നോക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് COVID-19 കുറിച്ചാണ്. COVID-19. ഓക്കെ, ഇനി COVID-19 കാരണമായ സൂക്ഷ്മജീവി ബ്യൂറേജ് LDC 2023 വീണ്ടും ചോദിച്ചേണ്ട ഈ ഒരു ചോദ്യം എന്താണ്? വൈറസ് ആണ് COVID-19 കാരണമായ സൂക്ഷ്മജീവി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ COVID-19 കാരണമായ സൂക്ഷ്മജീവിയാണ് വൈറസ്. COVID-19 രോഗകാരിയായ SARS 2 ജനിതകപരമായി ഏതിനം വൈറസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു RNA വൈറസ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് COVID-19 രോഗകാരിയായ SARS 2 COVID-2 എന്ന് പറയുന്നത് ജനിതകപരമായി ഏതിനം വൈറസ് ആണെന്ന് ചോദിച്ചാൽ ജനിതകപരമായി ഏതിനം വൈറസാ? ഒരു RNA വൈറസ് ആണ് എന്തെന്ന് പറയുന്നത്? COVID-19 രോഗകാരിയായ SARS 2 കോവിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കൊറോണ വൈറസ്. നമുക്കറിയാം കൊറോണ വൈറസ് രോഗത്തിന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച ഔദ്യോഗിക നാമമാണ് എന്തെന്ന് പറയുന്നത്? കൊറോണ വൈറസ് 19 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് COVID-19 കൊറോണ വൈറസ് 19. ഓക്കെ, അപ്പോൾ കൊറോണ വൈറസ് രോഗത്തിന് ലോകാരോഗ്യ സംഘടന ഔദ്യോഗികമായി കൊടുത്ത നാമമാണ് എന്തെന്ന് പറയുന്നത്? COVID-19. ഇനി COVID-19 കാരണമാകുന്ന വൈറസിന്റെ ശാസ്ത്രീയ നാമമാണ് SARS-CoV-2 എന്ന് പറയുന്നത്. SARS-CoV-2 എന്ന് പറയുന്നതാണ് COVID-19 കാരണമാകുന്ന
വൈറസിന്റെ ശാസ്ത്രീയ നാമം. കൊറോണ എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിടയ്ക്ക് ചോദിച്ചാണ് ഈ ചോദ്യമൊക്കെ. കൊറോണ എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിരീടം എന്നതാണ് കൊറോണ എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം. COVID-19 വൈറസ് കണ്ടുപിടിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? ഡോക്ടർ ലീ വെൻലിയാങ് ആണ്. എന്ത്? COVID-19 വൈറസ് കണ്ടുപിടിച്ച വ്യക്തിയാണ് ഡോക്ടർ ലീ വെൻലിയാങ്. ഓക്കെ, ഡോക്ടർ ലീ വെൻലിയാങ് ആണ് COVID-19 വൈറസ് കണ്ടുപിടിച്ച വ്യക്തി. COVID-19 എന്ന രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെയാണ് ഈ പറയുന്ന രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്? ചൈനയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി COVID-19 സ്ഥിരീകരിച്ചത് ഏത് സംസ്ഥാനത്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി COVID-19 സ്ഥിരീകരിച്ചത്. ഇന്ത്യയിൽ COVID-19 സ്ഥിരീകരിച്ച ജില്ല ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അത് തൃശ്ശൂരാണ്. കേരളത്തിൽ ആദ്യമായി കൊറോണ സാർസ് വൈറസ് സ്ഥിരീകരിച്ച ജില്ലയാണ് ഏതെന്ന് പറയുന്നത്? തൃശ്ശൂർ എന്ന് പറയുന്നത്. കൊറോണ വൈറസ് എന്ന് പറയുന്നത് അതൊരു പാൻഡമിക് രോഗമാണ്. കൊറോണ വൈറസ് എന്ന് പറയുന്നത് ലോകത്തിൽ ആദ്യമായി നോവൽ കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്തത് വുഹാനാണ്, ചൈനയിൽ. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2019 ഡിസംബർ 31. പലരുടെയും LDCയും അതേപോലെ തന്നെ പല പല ജോലികളെ എല്ലാം തട്ടിത്തെറിപ്പിച്ച കാരണക്കാരനായിട്ടുള്ള ഒരു കുറ്റവാളി തന്നെയാണ് ശരിക്കും ഏതെന്ന് പറയുന്നത്? കൊറോണ വൈറസ് അല്ലെങ്കിൽ COVID-19 എന്ന് പറയുന്നത്. ചിലപ്പോൾ അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് സർവീസിലിരുന്ന് എന്താണ് ഇപ്പോൾ എന്തെങ്കിലും മറ്റെന്തെങ്കിലും എന്താണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം അതിൻ്റെതായ ഒരു സമയം വരും ദാസ, എല്ലാം ശരിയാവും. ഓക്കെ, അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാം, മുന്നോട്ടേക്ക് പോവുക. നിങ്ങൾക്ക് എന്താണോ കിട്ടാവുന്നത് അതിൽ വെച്ച് ഏറ്റവും നല്ല ജോലിക്ക് തന്നെ കയറാനായിട്ട് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇനി ലോകത്തിൽ ആദ്യമായി നവജാത ശിശുവിന് COVID-19 സ്ഥിരീകരിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലണ്ടനിലാണ്. ഓക്കെ, അപ്പോൾ ലോകത്തിൽ ആദ്യമായി നവജാത ശിശുവിന് COVID-19 സ്ഥിരീകരിച്ച് ലണ്ടനിൽ. ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി COVID-19 റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് തായ്ലൻഡ്. ഇന്ത്യയിൽ ആദ്യമായി നോവൽ കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേരളത്തിലാണ്. കേരളത്തിൽ ആദ്യമായി നോവൽ കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ലയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം കേരളത്തിൽ വന്നു, ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? തൃശ്ശൂരാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയാണ്? തൃശ്ശൂരാണ്. കൊറോണ ബാധയെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 2020 ജനുവരി 30 കൊറോണ ബാധയെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ലോകാരോഗ്യ സംഘടന കൊറോണയെ മഹാമാരിയായി പ്രഖ്യാപിച്ചത് എന്നാണ് ചോദിച്ചാൽ 2020 മാർച്ച് 11. കേരളത്തിലെ രണ്ടാമതായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ചത് ആലപ്പുഴയിലാണ്. മൂന്നാമതായിട്ട് എവിടെയാന്ന് ചോദിച്ചാൽ അത് കാസർഗോഡാണ്. അപ്പൊ ആദ്യം കേരളത്തിൽ വന്നു, അത് കഴിഞ്ഞിട്ട് ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് തൃശ്ശൂരാണ്. രണ്ടാമതായിട്ട് ആലപ്പുഴയിൽ വന്നു, മൂന്നാമതായിട്ട് എവിടെ വന്നു? കൊറോണ കാസർഗോഡ് വന്നു. അപ്പൊ മൂന്നും എന്ത് ചെയ്യുക? ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെച്ചോ. കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ആദ്യമായി മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് അത് പൊട്ടിപ്പുറപ്പെട്ട സ്ഥലമായിട്ടുള്ള ചൈനയിൽ തന്നെയാണ്. ഇനി കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായി മരണം റിപ്പോർട്ട് ചെയ്തത് ഫിലിപ്പൈൻസിലാണ്. ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് ബാധയെ തുടർന്ന് മരണം സ്ഥിരീകരിച്ച സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ കർണാടകയിലെ കൽബുർഗി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയിൽ ആദ്യമായി കൊറോണ ബാധയെ തുടർന്ന് മരണം സ്ഥിരീകരിച്ച സംസ്ഥാനം കർണാടക, കൽബുർഗി. കേരളത്തിൽ ആദ്യമായി കൊറോണ വൈറസ് ബാധിച്ച് മരണം നടന്ന ജില്ലയാണ് ഏതെന്ന് പറയുന്നത്? കേരളം എന്ന് പറയുന്നത്. ഗൾഫ് നാടുകളിലെ ആദ്യ കൊറോണ മരണം റിപ്പോർട്ട് ചെയ്തത് ബഹറിൻ ആണ്. ഓക്കെ, അപ്പോൾ ഗൾഫ് നാടുകളിൽ ആദ്യ കൊറോണ മരണം റിപ്പോർട്ട് ചെയ്തത് ബഹറിൻ. COVID-19 വ്യാപനത്തെ തുടർന്ന് ഫിനാൻഷ്യൽ മാർക്കറ്റ് അടച്ച ആദ്യ രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫിലിപ്പൈൻസ് ആണ്. ഓക്കെ, അപ്പോൾ COVID-19 വ്യാപനത്തെ തുടർന്ന് ഫിനാൻഷ്യൽ മാർക്കറ്റ് അടച്ച ആദ്യ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫിലിപ്പൈൻസ് ആണ്. നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ഫാക്റ്റിലേക്ക് പോവാം. ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൂനെയിലാണ്. ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പൂനെ. ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കേരളത്തിലെ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയിലാണ്. ഓക്കെ, അപ്പോൾ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെയാണ്. ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കേരളത്തിലെ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ്. കേരളത്തിൽ ആദ്യമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി സ്ഥാപിതമായത് എവിടെയാണെന്ന് ചോദിച്ചാൽ ലൈഫ് സയൻസ് പാർക്ക് തോന്നക്കലാണ്. ഓക്കെ, അപ്പോൾ തിരുവനന്തപുരത്തെ തോന്നക്കലാണ് കേരളത്തിൽ ആദ്യമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി സ്ഥാപിതമായത്. തിരുവനന്തപുരം തോന്നക്കൽ.
ഇനി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യ COVID-19 വാക്സിൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത് കോവാക്സിൻ എന്ന് പറയുന്നത്. കോവാക്സിന്റെ ശാസ്ത്രീയ പേരെന്താന്ന് ചോദിച്ചാൽ BBV152 എന്നതാണ് കോവാക്സിന്റെ ശാസ്ത്രീയമായ പേര്. ഇനാക്റ്റീവ് സാർസ് കോവ് 2 വൈറസ് അടങ്ങിയിരിക്കുന്നതാണ് ഏതിൻ്റെ അകത്ത് ഈ പറയുന്ന കോവാക്സിനിൽ. ഇൻട്രാമസ്കുലർ വാക്സിൻ ആണ് ഈ പറയുന്ന കോവാക്സിൻ എന്ന് പറയുന്നത്. ഇത് 3 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചേർന്നാണ് നിലവിൽ ഈ ഒരു വാക്സിൻ വികസിപ്പിച്ചെടുത്തത്. ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരത് ബയോടെക് ഇന്ത്യ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMR, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി. ഈ 3 സ്ഥാപനങ്ങൾ കൂടി എന്താണ് വികസിപ്പിച്ചെടുത്തതാണ് ഏതെന്ന് പറയുന്നത് കോവാക്സിൻ എന്ന് പറയുന്ന നമ്മുടെ കൊറോണയുടെ വാക്സിൻ. കോവാക്സിൻ ആദ്യം ലഭിച്ച രാജ്യമാണ് ഏതെന്ന് പറയുന്നത് ഭൂട്ടാൻ. സൗഹൃദ രാജ്യങ്ങളിലേക്ക് COVID-19 വാക്സിൻ നൽകുന്നതിനായി ഇന്ത്യ ആരംഭിക്കുന്ന സംരംഭത്തിന്റെ പേരാണ് വാക്സിൻ മൈത്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സൗഹൃദ രാജ്യങ്ങളിലേക്ക് COVID-19 വാക്സിൻ നൽകുന്നതിനായി ഇന്ത്യ ആരംഭിക്കുന്ന സംരംഭത്തിന്റെ പേരാണ് വാക്സിൻ മൈത്രി. സ്വന്തമായി ഇന്ത്യ വികസിപ്പിച്ച കോവിഡ് ഷീൽഡ് വാക്സിൻ നിർമ്മിച്ച സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ സ്വന്തമായി ഇന്ത്യ വികസിപ്പിച്ച കോവിഡ് ഷീൽഡ് വാക്സിൻ നിർമ്മിച്ച സ്ഥാപനമാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൂനെയിലാണ്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് പൂനെ. COVID-19 പ്രതിരോധിക്കുന്നതിനായി ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ചെടുത്ത വാക്സിനാണ് കോവിഡ് ഷീൽഡ് എന്ന് പറയുന്നത്. കുട്ടികളുടെ കോവിഡ് ഷീൽഡ് വാക്സിൻ്റെ കേന്ദ്രത്തിൻ്റെ നിറം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിങ്ക് ആണ്. ഓക്കെ, അപ്പോൾ കുട്ടികളുടെ കോവിഡ് വാക്സിൻ്റെ നിറം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിങ്ക് കളറിലാണ് കാണപ്പെടുന്നത്. ഇനി COVID-19 പ്രതിരോധിക്കുന്നതിനായി ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ച വാക്സിൻ്റെ പേരാണ് ഏതെന്ന് പറയുന്നത് കോവിഡ് ഷീൽഡ് എന്ന് പറയുന്നത്. ഏറ്റവും മാരകമായ മലമ്പനിക്ക് കാരണമായേക്കാം സാധ്യതയുള്ള ഏകകോശ ജീവിയാണ് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം എന്ന് പറയുന്നത്. ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണുവാണ് ആൽഫ വൈറസ്. ഡെങ്കിപ്പനി പരത്തുന്ന ജീവി താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊതുകാണ്. ഡെങ്കിപ്പനി പരത്തുന്ന ജീവി ഏതാണ്? കൊതുകാണ്. ഷഡ്പഥങ്ങൾ പരത്തുന്ന രോഗങ്ങൾ. മന്ത് പരത്തുന്ന ആരാന്ന് ചോദിച്ചാൽ ആരാ? ക്യൂലക്സ് കൊതുകുകളാണ് മന്ത് ക്യൂലക്സ് കൊതുകുകൾ. മലേറിയ ആണെങ്കിലോ അനോഫിലസ് പെൺകൊതുകുകളാണ് മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുകുകൾ, മന്ത് ക്യൂലക്സ് കൊതുകുകൾ. ഡെങ്കിപ്പനി അതേപോലെ തന്നെ ചിക്കൻ ഗുനിയ ഈഡിസ് ഈജിപ്റ്റി ഈഡിസ് ആൽബ പിക്സുമാണ് ഏത് ഈ പറയുന്ന ഡെങ്കിപ്പനി അല്ലെങ്കിൽ ചിക്കൻ ഗുനിയ പരത്തുന്നത്. അപ്പോൾ ഡെങ്കിപ്പനിയും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ചിക്കൻ ഗുനിയയും പരത്തുന്നത് ഏത് തരം കൊതുകുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് തരം കൊതുകുകളാണ്? ഈഡിസ് ഈജിപ്റ്റിയും അതേപോലെ തന്നെ എന്താണ് ഈഡിസ് ഈജിപ്റ്റിയാണ് മെയിൻ ആയിട്ട്. അതേപോലെ തന്നെ ഏതാണ് ഈ പറയുന്ന ഈഡിസ് ആൽബ പിക്സ്. ഓക്കെ, ഈഡിസ് ആൽബ പിക്സ്. ഓക്കെ, ഇനി മഞ്ഞപ്പനി പരത്തുന്നത് ആരാണ്? ഈഡിസ് ഈജിപ്റ്റി ആണ് മഞ്ഞപ്പനി, ഈഡിസ് ഈജിപ്റ്റി. സിക്ക പരത്തുന്നത് ഈഡിസ് ഈജിപ്റ്റിയും ഈഡിസ് ആൽബ പിക്കറ്റ്സുമാണ് ഏത് സിക്ക വൈറസ് പരത്തുന്നത്. ജപ്പാൻ ജ്വരമാണെങ്കിലോ രോഗാണുവാഹകരായ പലതരം കൊതുകുകൾ. ജപ്പാൻ ജ്വരത്തിന് രോഗാണുവാഹകരായ പലതരം കൊതുകുകൾ എല്ലാം കൂടി ചേർന്നാണ് ഏത് പരത്തുന്നത്? ജപ്പാൻ ജ്വരം. ഇനി പ്ലേഗ് പരത്തുന്നത് എന്താണ്? അത് എലിച്ചെള്ളാണ് പ്ലേഗ് പരത്തുന്നത്. ടൈഫസ് എന്ന് പറയുന്നത് പരത്തുന്നത് എന്താണ്? പേൻ അല്ലെങ്കിൽ ചെള്ളാണ് ടൈഫസ് പരത്തുന്നത്. ഓക്കെ, ടൈഫസ് പരത്തുന്നത് പേൻ അല്ലെങ്കിൽ ചെള്ളാണ് ടൈഫസ് പരത്തുന്നത്. പ്ലേഗ് ആണെങ്കിൽ എലിച്ചെള്ള്. ഇനി നമുക്കറിയാം ഇത്രയും കാര്യങ്ങൾ എപ്പോഴും PSC എന്ത് ചെയ്യാറുണ്ട്? മിക്കപ്പോഴും ഷഡ്പഥങ്ങളും അവ പരത്തുന്ന രോഗങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇടയ്ക്ക് LGSനൊക്കെ ഉറപ്പാണ്. അതേപോലെ LDCക്ക് ഇടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്? ബയോളജി വിഭാഗത്തിൽ വന്നു പോകാറുള്ള ചോദ്യങ്ങളാണ്. ഓർത്തു വച്ചോ. രോഗവിശേഷണങ്ങളാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ചതുപ്പു രോഗം എന്നറിയപ്പെടുന്നത് ഏത് രോഗത്തെയാണ് നമ്മൾ ചതുപ്പു രോഗം എന്നറിയപ്പെടുന്നത്? മലമ്പനിയാണ് ചതുപ്പു രോഗം മലമ്പനി. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്നതും മലമ്പനി തന്നെയാണ്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവിയാണ്. ലോക്ക് ജോ ഡിസീസസ് എന്നറിയപ്പെടുന്നത് ടെറ്റനസ് ആണ്. ടെറ്റനസ്. കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗ് ആണ്. കറുത്ത മരണം. വെളുത്ത പ്ലേഗ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്. കോക്കുരോഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? കോക്കുരോഗം ക്ഷയം.
ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്നത് കോളറയാണ് ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്നത്. വിഷൂചിക എന്നറിയപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചാൽ അത് കോളറയാണ് വിഷൂചിക എന്നറിയപ്പെടുന്നത്. തൊണ്ടമുള്ള് എന്താണ്? ഡിഫ്തീരിയ ആണ് തൊണ്ടമുള്ള് ഡിഫ്തീരിയ. റിവറൈൻ രോഗം എന്നറിയപ്പെടുന്നത് കോളറയാണ് റിവറൈൻ രോഗം എന്നറിയപ്പെടുന്നത്. ഇനി മാർജാര നൃത്ത രോഗം എന്നറിയപ്പെടുന്നത് മീനമാത രോഗമാണ് മാർജാര നൃത്ത രോഗം. വില്ലൻ ചുമ പെർട്ടൂസിസ് ആണ് വില്ലൻ ചുമ. ഗ്രിഡ് രോഗം എയ്ഡ്സ് ആണ്. കാല അസർ എന്നറിയപ്പെടുന്നത് ലിഷ്മാനിയാസിസ് ആണ് കാല അസർ ലിഷ്മാനിയാസിസ്. സ്മൃതിനാശ രോഗമാണ് അൽഷിമേസ് എന്നറിയപ്പെടുന്നതാണ് സ്മൃതിനാശ രോഗം അൽഷിമേസ്. മദ്രാസൈ ആണ് ചെങ്കണ്ണ്. ക്രിസ്തുമസ് രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ ആണ് ക്രിസ്തുമസ് രോഗം. രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഏതാ? ഹീമോഫീലിയ ആണ് രാജകീയ രോഗം ഹീമോഫീലിയ. അപ്പോൾ രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഏതാ? ഹീമോഫീലിയ. അങ്ങനെയാണെങ്കിൽ ഹീമോഫീലിയ ദിനം എന്നറിയപ്പെടുന്നത് ഏത് ദിവസമാണ് എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഹീമോഫീലിയ ദിനം എന്നാന്നുള്ളത് എന്ത് ചെയ്യുക? താഴെ കമന്റ് ചെയ്യുക. അതാണ് നമ്മുടെ ഇന്നത്തെ ഹോട്ട് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരി പേര് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ അയച്ചിരുന്നു. എല്ലാവർക്കും ഒരുപാട് എന്താണ് ഇനിയും ഇങ്ങനെ തന്നെ പഠിച്ച് നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ഉത്തരം എന്താന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഹീമോഫീലിയ ദിനം എന്നാന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രാജകീയ രോഗം ഹീമോഫീലിയ, ക്രിസ്മസ് രോഗവും ഏത് തന്നെയാ? ഹീമോഫീലിയ. രോഗങ്ങളും രോഗകാരികളും നമുക്കറിയാം. കോളറ വിബ്രിയോ കോളറയാണ് പരത്തുന്നത്. ഓക്കെ, അപ്പോൾ വിബ്രിയോ കോളറ. അപ്പോൾ എന്താണ് കോളറ? ഏതാണ്? വിബ്രിയോ കോളറയാണ് കോളറ പരത്തുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പോൾ കോളറ വിബ്രിയോ കോളറ ബാക്ടീരിയ. ക്ഷയമാണെങ്കിലോ മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. ക്ഷയം മൈക്കോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. കുഷ്ഠമാണെങ്കിലോ മൈക്കോ ബാക്ടീരിയം ലെപ്രെ. ഓക്കെ, മൈക്കോ ബാക്ടീരിയം ലെപ്രെ. ഇനി ടെറ്റനസ് ആണെങ്കിലോ ക്ലോസ്ട്രീഡിയം ടെറ്റനിയാണ്. ക്ലോസ്ട്രീഡിയം ടെറ്റനിയാണ് ടെറ്റനസ്. ടൈഫോയിഡ് ആണെങ്കിൽ സാൽമൊണല്ല ടൈഫി ആണ്. ടൈഫോയിഡ് സാൽമൊണല്ല ടൈഫി. ഇനി ആന്ത്രാക്സ് ആണെങ്കിലോ ബാസിലസ് ആന്ത്രാക്സ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് എന്ത് പരത്തുന്നത്? ആന്ത്രാക്സ് പരത്തുന്നത് ബാസിലസ് ആന്ത്രാക്സ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതുമായി ബന്ധപ്പെട്ട് ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തേണ്ടത്? ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങൾ, അതേപോലെ തന്നെ വൈറസ് പരത്തുന്ന രോഗങ്ങൾ, അതേപോലെ തന്നെ ജലത്തിൽ നിന്നും പകരുന്നത്, വായുവിൽ നിന്നും പകരുന്നത്, അപ്പോൾ അതിനൊക്കെ ഒത്തിരി കോഡുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോഡുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, കാരണം നമ്മൾ ക്ലാസ് ആയി കഴിയുമ്പോൾ ഭയങ്കര ഡ്യൂറേഷൻ കൂടുതലായി പോകും. അപ്പോൾ അത് നമുക്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ നിങ്ങളത് മൊത്തമായിട്ട് കാണണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര വലിയ ഹെവി ആയിട്ട്, കാരണം 1 മണിക്കൂർ 1.5 മണിക്കൂർ 2 മണിക്കൂറിലേക്കൊക്കെ ക്ലാസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളത് മൊത്തമായിട്ടൊന്നും കാണില്ല. പിന്നെ എന്ത് ചെയ്യും? വീണ്ടും ഞാൻ അത്രയും എഫേർട്ട് ഇട്ട് ചെയ്യുമ്പോൾ നിങ്ങളത് അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം ഉള്ള കണ്ടന്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം തന്ന് നമ്മുടെ ക്ലാസ് ഓരോന്നും സെറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതായത് ഇനി കോഡ്സ് ആയിട്ട്, അതായത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ, അതായത് DYSP അമ്മച്ചി ഹൈഡ്രോഫോബിയ, അതേപോലെ കോഡിക്കോ ന്യൂട്രീഷ്യ, അതേപോലെ തന്നെ എന്താണ് ന്യൂസ്, അങ്ങനെ കുറേ കോഡ്സ് ഉണ്ട്. അപ്പോൾ ആ കോഡ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കോഡ്സ് ആയിട്ട് നമുക്ക് ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ക്ലാസ് എല്ലാ രോഗങ്ങളുടെയും അതേപോലെ തന്നെ അവയുടെ കാരണങ്ങളൊക്കെ സംബന്ധിച്ചുള്ള ആ ഒരു ക്ലാസ് നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാം. അടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു അരമണിക്കൂറൊക്കെ വരുന്ന ക്ലാസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് അത് തീരുന്നതായിരിക്കും. അതുപോലെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, അത് നമ്മൾ ഓൾറെഡി ഹോട്ട് ടോപ്പിക്സിൽ ക്ലാസ് പോയേക്കുന്നതാണ്. അതിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ മാക്സിമം എന്ത് ചെയ്തിട്ടുണ്ട്? അതിൻ്റെ അകത്ത് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്താണ് നമ്മൾ ഈ പറയുന്ന എന്താണ് സ്നേഹസ്വാന്തനം, അതേപോലെ തന്നെ എന്താണ് കനിവ്, അതേപോലെ തന്നെ എന്താണ് മാതൃകവചം, കൂടെയുണ്ട് അങ്കണവാടികൾ, ജീവനി, സഞ്ജീവനി, ബാല്യം, സഞ്ജീവനി, തേനമൃത്, സാമൂഹിക അടുക്കള, ഡ്രീം കേരള, അങ്ങനെ കുറേ കാര്യങ്ങൾ, പദ്ധതികൾ നമ്മൾ അതിൻ്റെ അകത്ത് കുറേ പറഞ്ഞു പോയേക്കണതാണ്. ഒന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഒരു ക്ലാസ് കൂടി അത് ചെയ്ത് കംപ്ലീറ്റ് ആക്കാം. അതേപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ, അതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പോയേക്കുന്നതാണ്. വീണ്ടും വീണ്ടും ഓരോന്ന് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ക്ലാസ്സിൻ്റെ ലെങ്ത് ഒത്തിരി കൂടുതലായി പോകും. അപ്പോൾ ഇനി ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ ബേസ് മുതലുള്ള
ആദ്യം മുതലുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് റിവിഷൻ അടിച്ചായിരിക്കും പോണത്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് വരും ഫ്യൂച്ചർ പ്ലാനായിട്ട് സെറ്റ് ചെയ്ത് നമുക്ക് പോവാം. അപ്പോൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. അത് മാത്രമാണ് നല്ലൊരു റാങ്കിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ എത്താനുള്ള ഏറ്റവും വലിയ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്തൊക്കെയാണോ പഠിച്ചത് ആ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. റിവിഷൻ ചെയ്യുന്ന കൂടെ തന്നെ എക്സാംസ് നമ്മൾ എഴുതി നോക്കുക. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് ആ ടോപ്പിക്ക്, അല്ലെങ്കിൽ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റുന്നുണ്ടോ ആ ടോപ്പിക്ക് പഠിച്ച ആ ഒരു സംഭവം എന്ന്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഓരോ ദിവസവും ക്ലാസ്സും, ഒരു ദിവസം പോലും പെൻഡിങ് ഇല്ലാതെ, ഒരു ദിവസം പോലും ഈ പറയുന്ന ക്വസ്റ്റ്യൻ ബോർഡും ഇല്ലാതെ നമ്മൾ പോയിട്ടില്ല. എല്ലാ ദിവസവും നിങ്ങൾക്ക് ക്ലാസ്, ക്വസ്റ്റ്യൻ ബോർഡ്, നോട്ട്സ്, PDF എല്ലാം നമ്മൾ തരുന്നുണ്ട്. കാരണം ഒരു ദിവസം പെൻഡിങ് വന്നാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറയും, പിന്നെ ആ ഒരു ഫ്ലോ പോവും, അതേപോലെ ട്രാക്കിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. ഒന്നും പറ്റിയില്ലെങ്കിൽ, ഇപ്പോൾ ഒരു ദിവസം നമ്മൾ മനുഷ്യരൊക്കെയാണ്, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ലെവലിലൊന്നും പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും എന്ത് ചെയ്യുക, ആൻസർ ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഏറ്റവും അവസാനം വരെ കണ്ടുന്ന ആളുകൾക്കാണ് ഇതെല്ലാം പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം ആത്മാർത്ഥത്തോടു കൂടിയായിരിക്കും ഈ ക്ലാസ് മൊത്തമായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്നുള്ള കാര്യം 100% ഗ്യാരണ്ടിയാണ്. എനിക്കത് നമ്മളത് ഓരോ കാര്യങ്ങളും ചെയ്ത് പ്രൂവ് ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറയാറുള്ളതും. അങ്ങനെ ചെയ്താണ് നമ്മൾ ഇത്രയും ലിസ്റ്റുകളിലും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു പോയതും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഒരിക്കൽ കൂടി സർവേശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കിടിലമായി തന്നെ പഠിച്ചു പോക്കോ, കൂടെ ഒപ്പം തന്നെയുണ്ട്. അപ്പോൾ സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.